കമ്പ്യൂട്ടർ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? എ. ഗ്രീക്ക്, ബി. ലാറ്റിൻ, സി. ഇംഗ്ലീഷ്, ഡി. അറബി. കമ്പ്യൂട്ടർ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഉത്തരം ബി. ലാറ്റിൻ. കമ്പ്യൂട്ടർ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഉത്തരം ബി. ലാറ്റിൻ. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എത്രയാണ്? എ. 18, ബി. 21, സി. 23, ഡി. 30. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എത്രയാണ്? ഉത്തരം എ. 18. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏത്? എ. തമിഴ്നാട്, ബി. ഡൽഹി, സി. കേരളം, ഡി. മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏത്? ഉത്തരം സി. കേരളം. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി ഉടലെടുത്ത പുതിയ ഭാഷ ഏത്? എ. മലയാളം, ബി. ഇംഗ്ലീഷ്, സി. ലാറ്റിൻ, ഡി. ഉറുദു. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി ഉടലെടുത്ത പുതിയ ഭാഷ ഏത്? ഉത്തരം ഡി. ഉറുദു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? എ. 1950 ജനുവരി 26, ബി. 1950 ജനുവരി 22, സി. 1950 ജനുവരി 30, ഡി. 1950 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം എ. 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? എ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ബി. രാജേന്ദ്ര പ്രസാദ്, സി. ജെ.ബി. കൃപലാനി, ഡി. ജെ.ജെ. തോംസൺ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? എ. മധ്യപ്രദേശ്, ബി. ഉത്തർപ്രദേശ്, സി. കേരളം, ഡി. തമിഴ്നാട്. ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ബി. ഉത്തർപ്രദേശ്. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ എത്രയാണ്? എ. 5, ബി. 6, സി. 10, ഡി. 12. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ എത്രയാണ്? ഉത്തരം ബി. 6. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച വർഷം ഏത്? എ. 1986, ബി. 1988, സി. 1987, ഡി. 1989. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച വർഷം ഏത്? ഉത്തരം ഡി. 1989. വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര പ്രതിനിധികളായ അംബാസഡർമാരെ നിയമിക്കുന്നത് ആര്? എ. ഉപരാഷ്ട്രപതി, ബി. ജഡ്ജി, സി. രാഷ്ട്രപതി, ഡി. ഗവർണർ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്രപരമായ പ്രതിനിധികളായ അംബാസഡർമാരെ നിയമിക്കുന്നത് ആര്? ഉത്തരം സി. രാഷ്ട്രപതി. കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും വലിയ നദി ഏത്? എ. കബനി, ബി. പാമ്പാർ, സി. നെയ്യാർ, ഡി. ഭവാനി. കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും വലിയ നദി ഏത്?
ഉത്തരം എ കബനി. കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത്? എ 3, ബി 44, സി 50, ഡി 68. കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത്? ഉത്തരം ബി 44. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത്? എ നെയ്യാർ, ബി മണിമലയാർ, സി പാമ്പാർ, ഡി ചാലക്കുടിപ്പുഴ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത്? ഉത്തരം സി പാമ്പാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ പമ്പ, ബി ചാലിയാർ, സി ചാലക്കുടിപ്പുഴ, ഡി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഡി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഇത് എത്ര മൈൽ ആണ്? എ 152 മൈൽ, ബി 155 മൈൽ, സി 159 മൈൽ, ഡി 160 മൈൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഇത് എത്ര മൈൽ ആണ്? ഉത്തരം എ 152 മൈൽ.